ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനമായിട്ടായിരിക്കാം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തില് മനുഷ്യരുടെ ജീവിതം എങ്ങനെ സന്തോഷകരമാക്കാം എന്നതിനെ കുറിച്ച് മനുഷ്യൻ ഇങ്ങനെ ഓരോ നാളും പഠിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്തു നോക്കും, അത് ശരിയല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്തു നോക്കും. അതുപോലെ തന്നെ മനുഷ്യരിന്ന് മറ്റുള്ളവരെ സന്തോഷിക്കുന്നത് കാണുമ്പം അവർ വിചാരിക്കും അങ്ങനെ ആയാൽ എന്റെയും ജീവിതം സന്തോഷകരമാകും എന്ന ചിന്തയോടുകൂടെ അവര് സന്തോഷിക്കുന്ന മറ്റുള്ളവരെ പോലെ ആകാനായിട്ട് ശ്രമിക്കും. എങ്ങനെങ്കിലും ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനായിട്ട് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കും. അത് പണം സമ്പാദിക്കുന്നതാകട്ടെ, നല്ല ഭക്ഷണം കഴിക്കുന്നതാകട്ടെ, വിനോദങ്ങളിൽ ഏർപ്പെടുന്നതാകട്ടെ, മറ്റെന്ത് കാര്യങ്ങളാകട്ടെ, മനുഷ്യന്റെ അന്നുള്ള ജീവിതം ഒന്ന് ആസ്വദിക്കണം, സന്തോഷകരമാക്കണം. സിനിമ മൂവി കാണുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റ് എല്ലാ കാര്യങ്ങളിലൂടെയും മനുഷ്യന്റെ ചിന്ത ഇത്രയുള്ള ആ ടെൻഷനൊക്കെ ഒന്ന് മറക്കണം, പ്രയാസത്തിൽ നിന്ന് മറക്കണം, ജീവിതം ആസ്വദിക്കണം. അപ്പൊ മനുഷ്യരുടെ ജീവിതം ആസ്വദിക്കാനായിട്ടുള്ള പരക്കപ്പാച്ചിലിനിടയിൽ നമുക്കറിയാം, ദൈവവചനത്തില് ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി അവരെ അവിടെ ആക്കി. അവരോട് പറഞ്ഞ കാര്യം ഇതാണ്: തോട്ടത്തെ സൂക്ഷിക്കാനും അവിടുത്തെ വേലയൊക്കെ ചെയ്യുവാനും അവരെ അവിടെ ആക്കി. ആ രണ്ട് കാര്യങ്ങളാണ് അവരെ ഏൽപ്പിച്ചത്: തോട്ടം സൂക്ഷിക്കണം, തോട്ടത്തിലെ ജോലിയൊക്കെ ചെയ്യണം. എന്നാൽ അവർക്കൊരു നിബന്ധന കർത്താവ് വെച്ചിരുന്നു: ഈ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അത് കർത്താവോട് പറഞ്ഞിരുന്ന കാര്യം. അപ്പൊ ആ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടും അവര് ആ ഭക്ഷണം ആ പഴം പറിച്ച് തിന്നു. നമ്മൾ അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണും. എന്നാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ടടുത്ത് പറയുന്ന ഒരു കാര്യം: തങ്ങൾ നഗ്നരെന്ന് കണ്ടു, അറിഞ്ഞു എന്നാണ്. കണ്ടു എന്നല്ല, അറിഞ്ഞു എന്ന് എഴുതി. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ വാക്യം എങ്ങനെയാണ്, അത് ഒന്ന് ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഞാൻ ഈ പറയുന്നതിന് കുറച്ചുകൂടെ ഗ്രഹിക്കാൻ സാധിക്കും. അതിന്റെ 7-ാമത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 3-7. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അപ്പൊ ചിന്തിച്ചു നോക്കുക, അവിടെ കണ്ണു തുറന്നു എങ്കിൽ കണ്ടു എന്നാണ് എഴുതുന്നത്. പക്ഷെ കണ്ണു തുറന്നു അറിഞ്ഞു. അപ്പൊ എന്താണ് സംഭവിച്ചത്? കാഴ്ചയിലൂടെ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ദേ ആർ നേക്കഡ്, അവർ നഗ്നരെന്നറിഞ്ഞു. അപ്പൊ നമുക്കവിടെ അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ ഇന്നുവരെയും അവരെ ദൈവം എങ്ങനെ കണ്ടിരുന്നോ അങ്ങനെയാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ഒരു തെറ്റുപറ്റി. അവരെ കുറിച്ച് എങ്ങനെ കണ്ടോ ആ അറിവ് അവരുടെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തെയും സന്തോഷത്തെയും ഒക്കെ തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നാം ആകുന്നത് പോലെ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കും. അതായത് എനിക്ക് കുറവുകളുണ്ട്. എന്റെ പാരമ്പര്യം, എന്റെ ജീവിതം, എന്റെ സാഹചര്യങ്ങൾ, എന്റെ കഴിവ്, എന്റെ വിദ്യാഭ്യാസം. ഇപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവം ആരാണ്, ദൈവം എന്നിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ എന്താണെന്നുള്ളതിനെ തിരിച്ചറിയേണ്ടതിന് പകരമായിട്ട് ആ തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറ്റിയിട്ട് നമ്മൾ വേറൊരു അറിവ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്റെ ജീവിതം ഇങ്ങനെയാണ്, എന്റെ കഴിഞ്ഞ കാലം ഇങ്ങനെയാണ്, ഞാൻ ജനിച്ചു വളർന്ന പശ്ചാത്തലം ഇതാണ്, അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇന്നെ കുഴപ്പം. അപ്പൊ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാൻ ആയിരുന്ന സാഹചര്യമാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ഇവിടെ ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം, അവരെ കണ്ടു. അതുവരെയും അവരിലെ ദൈവത്തെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ദൈവം അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു, തേജസ്സും ബഹുമാനവും അവരെ അണിയിച്ചു. ദൈവം തന്റെ കൈകളുടെ പ്രവർത്തിക്ക് അവരെ അധിപതിയാക്കി, സകലതും അവരുടെ കാൽ കീഴാക്കി വെച്ചു ദൈവം. അപ്പൊ അവിടെ ദൈവം അവർക്ക് കൊടുത്തിരുന്ന അധികാരം, ദൈവം അവർക്ക് കൊടുത്തിരുന്ന മഹത്വം, ഇതിനെല്ലാം അപ്പുറമായി അവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ സ്ഥലത്താണ് അവരുടെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളെ ഫേസ് ചെയ്യാൻ തുടങ്ങിയത്, ജീവിതത്തില് പ്രതികൂലങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് പ്രിയപ്പെട്ട, നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്: ഹല്ലേലൂയ, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് നിങ്ങൾ തിരിച്ചറിയണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി.
അവിടെ നാം തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമാണ്, നാം ക്രിസ്തുവിലാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്താനോ സാധിക്കാം. ഇപ്പൊ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണമെങ്കിലും ആനന്ദിക്കാൻ സാധിക്കണമെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ നിമിഷവും ദൈവികമായ ഭാവത്തെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതിനെ അനുഭവിക്കാൻ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണവും പുനരുത്ഥാനവും ഇത് എന്റെ ജീവിതത്തിനകത്ത് വരുത്തിയ ഇമ്പാക്ട്, സ്വാധീനത്തെ ഞാൻ തിരിച്ചറിയാത്തിടത്തോളം ഹല്ലേലൂയ നമ്മുടെ ജീവിതം നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ് സന്തോഷമില്ല. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അത് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ 4-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 13-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. അപ്പൊ അവിടെ പൗലോസ് പറയുന്നത് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾ സന്തോഷിക്കണം. എന്നാൽ പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. കാരണം തടവറയിൽ കിടന്നുകൊണ്ട്, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് സന്തോഷിപ്പിനെന്ന് എഴുതണമെങ്കിൽ അത് പൗലോസ് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചതുകൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നത് അവിടെ പറയുന്നുണ്ട്. അതായത് അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി 11-12 വാക്യങ്ങൾ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോട് ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ പൗലോസ് പറയുന്നത് ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ. അവസ്ഥകള് എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാ നന്മകളും ഉണ്ട്. ആ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാനായിട്ട്. അലംഭാവം എന്ന് പറയുമ്പോൾ അലസത എന്ന അർത്ഥത്തിലല്ല, ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാത്ത ഒരു സ്വഭാവത്തെ കുറിച്ചും അല്ല അവിടെ പറയുന്നത്. ഉള്ള അവസ്ഥയിൽ എനിക്കെല്ലാം ഉള്ളപ്പോഴും എല്ലാം ഉള്ള ഒരുവനിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡിലല്ല ഞാൻ ഇരിക്കുന്നത്. അതായത് ഒരു അധികാരമുള്ള വ്യക്തിക്ക്, സമ്പത്തുള്ള വ്യക്തിക്ക്, ലോകപ്രകാരം ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയുടേതായ ഒരു സ്വഭാവ പ്രകൃതം കാണും. പണമുള്ളവന് ആ പണമുള്ള രീതിയിൽ ഒരു ബിഹേവിയർ ഉണ്ട്. അധികാരമുള്ള വ്യക്തിക്ക് ആ അധികാരത്തിന്റെ തലത്തിൽ അദ്ദേഹം പെരുമാറും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നത്, എനിക്കിതെല്ലാം ഉണ്ട്, ഉള്ള അവസ്ഥയിൽ എനിക്ക് അലംഭാവത്തോടിരിക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം ഉള്ളപ്പോഴും ഞാൻ ജ്ഞാനമുള്ളവനാണ്, ഗമാലിയന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ആളാണ്, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഞാൻ ന്യായപ്രമാണ നിമിത്തം എരിവുള്ളവനാണ്, ഞാൻ പരിച്ഛേദനയേറ്റവനാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം, എനിക്ക് എന്നെ കുറിച്ച് പ്രശംസിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് എനിക്കെല്ലാം ഉള്ള അവസ്ഥയിലും അലംഭാവത്തോടെ, കാരണം ക്രിസ്തു നിമിത്തം ഞാൻ ഇതെല്ലാം ഛേദമെന്നുണ്ട്. ക്രിസ്തു കാരണം എനിക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം ക്രിസ്തുവിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. കാരണം എന്റെ സന്തോഷം, ഞാൻ മറ്റെന്തിൽ സന്തോഷിച്ചാലും അതെല്ലാം താൽക്കാലികമാണ്. എപ്പോഴാണ് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നത്, ആ സന്തോഷമാണ് നിലനിൽക്കുന്നതും പ്രയോജനമുള്ളതും അർത്ഥവത്തായതും. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഉള്ള അവസ്ഥയിൽ ഞാൻ അലംഭാവത്തോടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഉള്ളതിലല്ല ഞാൻ ശ്രദ്ധിക്കുന്നതും എന്റെ ഭാവം, എനിക്കിതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന വ്യക്തിയാന്നുള്ള ഭാവത്തിലല്ല, ഞാൻ അതിനെക്കുറിച്ച് അലംഭാവത്തോടിരിക്കുന്നു. കാരണം എന്റെ ഇപ്പോഴുള്ള എല്ലാ കാര്യത്തിനും റീസൺ, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് ഈ സമ്പത്ത്, ഈ അനുഗ്രഹം, ഈ സ്വസ്ഥത, ഈ ജയം, ഈ ഉയർച്ച, ഈ ആരോഗ്യം, ഈ ബലം, ഈ കഴിവ്, എനിക്കുള്ള സകലത്തിനും അടിസ്ഥാന കാരണം
ക്രിസ്തുവിലാണ് ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലാണ് എന്ന ബോധ്യം. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ ഒരു ബോധ്യത്തിൽ വേണം നിങ്ങൾ നിൽക്കാൻ. പലരും ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? കാരണം അവരാശ്രയിച്ചിരുന്ന ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവർ തളർന്നു. പക്ഷെ ഇവിടെ പൗലോസ് പറയാണ്, ഉള്ള അവസ്ഥയിൽ എനിക്കെല്ലാം ഉണ്ട്, എന്നാൽ ഉള്ളവയെ കുറിച്ചുള്ള ഒരു ഭാവമല്ല എന്റെ ഭാവം. എന്റെ ഭാവത്തിനെല്ലാം അടിസ്ഥാനം ഞാൻ ക്രിസ്തുവിലാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നിശ്ചയമായിട്ടും അതിൽ സന്തോഷിക്കണം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ? കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചെലവഴിക്കണം. ജോലിയുണ്ടോ? ജോലി നിങ്ങൾ ആസ്വദിച്ച് ജോലി ചെയ്യണം. നിങ്ങൾക്കൊരു വാഹനമുണ്ടോ? അത് സൂക്ഷിക്കണം. നല്ല പോലെ നിങ്ങൾക്കുള്ള നന്മകളെ മുഴുവൻ നിങ്ങൾ എൻജോയ് ചെയ്യണം. പക്ഷേ അതായിരിക്കരുത് നിങ്ങളുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവത്തെ നിയന്ത്രിക്കുന്നത്. നിങ്ങളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യമായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാനായിട്ട്, നിലനിൽക്കുന്ന നിലയിൽ നിങ്ങളിൽ സംഭവിച്ച മാറ്റത്തെ, നിങ്ങളിൽ സംഭവിച്ച അത്ഭുതത്തെ നിലനിർത്താനായിട്ട് കർത്താവ് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയണം, ഉള്ള അവസ്ഥയിൽ ഞാൻ അലംഭാവത്തോണ്ടിരിക്കുക. അതെനിക്ക് സാധ്യമാകുന്ന എങ്ങനെയാണെന്നറിയുമോ? എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം. കാരണം എനിക്ക് ഉള്ളതെല്ലാം, അതിനെല്ലാം പവർ, അതിനെല്ലാം സോഴ്സ്, അതിനെല്ലാം ഉറവിടം എന്റെ കഴിവല്ല, എന്റെ ബലമല്ല, എന്റെ പ്രാപ്തിയല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. ആമേൻ. അവിടെ പൗലോസ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തീർത്തില്ല. പൗലോസ് അതിനോട് ചേർന്ന് പറയുന്നത് എങ്ങനെയാണ്? ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോട് ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പൊ ഇതിവിടെ ഈ സിറ്റുവേഷനിൽ കൂടെല്ലാം പോകാൻ ഐ ആം ട്രെയിൻഡ്. അതെങ്ങനെയാ ഞാൻ ശീലിച്ചെന്നറിയാം. കാരണം എന്റെ മനസ്സിൽ ഞാൻ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഐ എം ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തെ സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മള് ഇന്നലകളിലാണ് ജീവിക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ കുറവുകള്, ഇന്നലെ നമ്മളെ പഴിച്ചവര്, ഇന്നലെ നമ്മളെ വഞ്ചിച്ചവര്, ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാക്കിയവര്, ആ ഓർമ്മകൾ, ആ സംഭവങ്ങൾ, ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ചിന്ത ഇങ്ങനെ വർക്ക് ചെയ്യും തോറും അതിന് പവർ കൂടുക, അതിന് എനർജി കൂടുക, കൂടി അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടനെ, അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നന്നായി പോയനെ, അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചേനെ, അങ്ങനെ സംഭവിച്ചേനെ എന്നുള്ള ടെൻഷൻ, പ്രഷർ അകത്ത് കയറിയിട്ട് മനുഷ്യന് മുന്നോട്ട് ചുവടുകൾ എടുക്കാൻ കഴിയാതെ വണ്ണം തളർന്നു പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ വർത്തമാന കാലത്തെ, അതായത് ഇപ്പോൾ എന്ന് പറയുന്ന നിമിഷത്തെ നിങ്ങൾ ആസ്വദിക്കാനും അനുഭവിക്കാനും, ആ ഇന്നെന്ന് പറയുന്ന, ഇപ്പോൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പ്രയോജനപ്പെടുത്താനും ശ്രമിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഇന്നലകളിലെ പരാജയത്തിലും, ഇന്നലകളിലെ നിങ്ങളുടെ വീഴ്ചകളിലും, ഇന്നലകളിലെ നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളിലുമാണ് നിങ്ങൾ വാഴുന്നതെങ്കിൽ നിങ്ങളുടെ ഭാവിയുടെ ഹല്ലേലൂയ അതിന്റെ റിയൽ ഫ്രൂട്ട് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാവിയുടെ സ്വപ്നത്തെ നിങ്ങൾ തകർക്കുക. നിങ്ങളുടെ ഭാവിയിലെ മഹത്വത്തെ നിങ്ങൾ തകർത്ത് കളയുക. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നലകളിൽ നിങ്ങളുടെ വീഴ്ചയിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, ഇന്ന് കർത്താവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ജീവിക്കണം. ഹല്ലേലൂയ. അതായത് ഈ നിമിഷം, നാളെ ഇന്നൊരു കാര്യമുണ്ട്, അടുത്ത നിമിഷം ഇന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ എന്നെ നിർത്തിയ കർത്താവ്, ഇന്നലകളിൽ ഞാൻ കുറവുകൾ ഉണ്ടായിരുന്നപ്പോഴും, ഇന്നലകളിൽ എനിക്ക് വിരോധമായ ഒരു കൂട്ടം എഴുന്നേറ്റപ്പോഴും എനിക്ക് വേണ്ടി നിന്നൊരു കർത്താവുണ്ട്. അവൻ ഇപ്പോഴത്തെ നിമിഷത്തിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ അടുത്ത നിമിഷത്തിലും എന്റെ കാര്യം നടത്താൻ ദൈവം ശക്തനാണെന്നുള്ള അസാധാരണ ബോധ്യം നമ്മുടെ അകത്തുണ്ടാവും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ദൈവജനത്തെ വിട്ടയക്കത്തില്ല എന്ന് ശക്തിയോടെ വാദിച്ച ഫറവോന്റെ കരത്തിൽ നിന്ന് പിടിച്ചെടുത്ത് അവരെ പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന്
ചെങ്കടലിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. 10 കഠിനമേറിയ ബാധകളെ ദേശത്ത് ദൈവം അയച്ചു. അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത നിലയിലെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അദ്ദേഹം ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ലോകത്തെ വാഴുന്ന ഒരു വ്യക്തിയായി നിന്ന അധികാരിയായ ഫറവോന് ഒരു മോശ എന്ന് പറയുന്ന വിക്കനായ ഒരുവന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. മോശ പറഞ്ഞതുപോലെ കാര്യം ചെയ്യേണ്ടി വന്നു. മോശയെ ദൈവം ഉപയോഗിച്ചപ്പോൾ ഫറവോൻ ചോദിച്ച ചോദ്യമായി, യഹോവയെ അനുസരിക്കേണ്ടതിന് യഹോവ ആർ എന്നാണ് ഫറവോൻ ചോദിച്ചത്. അങ്ങനെ ചോദിച്ച ഫറവോനെ അവന്റെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിച്ചെടുത്തു. ഞാൻ ജനത്തെ വിട്ടയക്കത്തില്ല എന്ന് പറഞ്ഞ ഫറവോന്റെ കയ്യിൽ വർഷങ്ങളോളം അവരുടെ പ്രതിഫലത്തെ പിടിച്ചു വെച്ചിരുന്ന ഫറവോന്റെ കയ്യിൽ നിന്ന്, ജനത്തിന്റെ കയ്യിൽ നിന്ന് അവരുടെ അവകാശത്തെ പറിച്ചു അവരുടെ കയ്യിൽ കൊടുത്ത് ദൈവം നടത്തി. അതെ, ആദ്യത്തെ 3 ബാധകൾ ഒരുമിച്ച് അവർ അനുഭവിച്ചു. എന്നാൽ പിന്നത്തതിൽ ആമേൻ മിസ്രൈമെ പാളയത്ത് വളരെ ശക്തമേറിയ കൽമഴ പെയ്യുമ്പോൾ ദൈവജനം സുരക്ഷിതമായിരിക്കുന്ന ഒരു സമയം. മിസ്രൈമെ പാളയത്തിൽ കൂരിരുട്ട്, പക്ഷെ ദൈവജനത്തിന്റെ ആ ഭാഗത്ത് പ്രകാശം. അത്ഭുതങ്ങളെ കണ്ട ജനം, ദൈവത്താൽ വിടുവിക്കപ്പെട്ട ജനം, അവര് ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മടങ്ങിപ്പോകാനുള്ള ചിന്ത വരിക. ഞാൻ മടുത്തു, ജീവിതത്തിൽ ഇനി സാധ്യതകളൊന്നുമില്ല, കഴിഞ്ഞു. തൊട്ടുപുറകിൽ ഫറവോൻ, മുമ്പിൽ ചെങ്കടൽ. പക്ഷേ ഹല്ലേലൂയ, പ്രിയപ്പെട്ട ഒരു കർത്താവ് മോശയോട് പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ പറയുക. ഹല്ലേലൂയ, ഒരു സംസാര ഭാഷ ഞാൻ ഇങ്ങനെ പറയുക, ഞാൻ മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിച്ചെങ്കിൽ ഈ ചെങ്കടലിൽ നിന്നും ഹല്ലേലൂയ അക്കരെ എത്തിക്കാൻ എനിക്ക് കഴിയും. ആമേൻ. ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ഇന്നലകളിൽ അത്ഭുതം ചെയ്തെങ്കിൽ ഇപ്പോൾ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആമേൻ മോശ ജനത്തോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇന്നലകളിലെ കാര്യം പറയാതെ, നിങ്ങൾ ഇന്നലകളത്തെ വിഷയം പറഞ്ഞ് പ്രയാസപ്പെടാതെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഇന്നലത്തെ പ്രശ്നങ്ങൾ, ഇന്നലത്തെ കുഴപ്പങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ അതിനകത്ത് നിന്ന് പുറത്തു വരണം. പുറപ്പാട് പുസ്തകത്തില് അതിന്റെ 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിന്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. അപ്പൊ അവിടെ മോശ ജനത്തോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇന്നലകളത്തെ കാര്യം പറയുന്നത് ഇപ്പോഴേക്ക് വാ, കം ടു നൗ. ഇന്ന് നിങ്ങൾ കാണണം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇന്നലകളിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നിരാശ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്നൊരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുക. എന്താണെന്നറിയാമോ? ഇന്നലകളിൽ നിങ്ങൾ ആ പ്രശ്നങ്ങളിൽ കൂടെ വന്നപ്പോഴും വെല്ലുവിളികളിൽ കൂടെ വന്നപ്പോഴും നിങ്ങൾ അറിയാതിരുന്ന രഹസ്യം ഉണ്ടായിരുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടെന്ന്. ആ സത്യം നിങ്ങൾ തിരിച്ചറിയാതെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസം എന്നത് ആശിക്കുന്നതിനുറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ ആരംഭിക്കുന്ന ഇങ്ങനെ, നൗ ഫെയ്ത്ത് ഈസ്. ഇപ്പോൾ വിശ്വാസം. അതായത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഇന്നലകളിലെ പ്രശ്നങ്ങൾ, നാളെ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവി, ഒരു വീടിന്റെ പണി, ശുശ്രൂഷയുടെ കാര്യങ്ങൾ, നാളെ ഞാൻ ആളുകളുടെ മുഖത്തങ്ങനെ നോക്കും, ഈ പ്രശ്നം സംഭവിച്ചാൽ ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഈ ചിന്തകൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് എടുത്തൊന്ന് മാറ്റാമോ? ബിലീവ് ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ചിലപ്പോൾ നിങ്ങൾ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ കണ്ടേക്കാം, തെറ്റ് ചെയ്തവരും പാപം ചെയ്തവരും തെറ്റിപ്പോയവരും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ മുന്നോട്ട് പോയവർ അവർ തഴച്ചു വളരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് അനക്കമില്ലാത്ത പോലെ തോന്നിയേക്കാം. പക്ഷെ ഇന്ന് എന്നൊരു ദിവസം, ഇപ്പോൾ എന്നൊരു സമയത്തെ നിങ്ങൾ ആലോചിക്കാം, ക്രിസ്തുവിൽ ആശ്രയിച്ച്, ക്രിസ്തുവിൽ ആസ്വദിച്ച്, ക്രിസ്തുവിലാണ് നിങ്ങൾ, ക്രിസ്തുവിലാണ്, ക്രിസ്തു നിങ്ങളിലുണ്ട്, പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ആമേൻ. പിതാവിൽ വസിച്ച അതേ ആത്മാവ്, യേശുവിൽ വസിച്ച അതേ ആത്മാവ്, ആലോചി അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിൽക്കാം. ഇപ്പോൾ ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഒരൊറ്റ അറിവ് മതി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റാൻ. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇപ്പോൾ, നൗ ഫെയ്ത്ത് ഈസ്, ഇപ്പോൾ വിശ്വാസം.
നിങ്ങളുടെ ഇന്നലകളത്തെ കാര്യങ്ങളെയൊക്കെ മറക്കുക. ആമേൻ. ഇന്നലകളിൽ സംഭവിച്ച പ്രയാസങ്ങൾ, ഇന്നലകളിൽ സംഭവിച്ച പ്രതികൂലങ്ങളെല്ലാം മറന്നിട്ട് ഹല്ലേലൂയ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഒന്ന് വന്നേ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തില് അതിന്റെ 1-ാമത്തെ വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ, now, therefore now, ഇപ്പോൾ. ഞാൻ പറയട്ടെ, ഇന്നലകളിൽ നിങ്ങൾ പ്രശ്നത്തിലായിരുന്നു, ഇന്നലകളിൽ നിങ്ങൾ പരാജയത്തിലായിരുന്നു. But now you are in Christ. You are in Christ. You are in Christ. നിങ്ങൾ ക്രിസ്തുവിൽ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ, ഇത് പൗലോസ് പറയുന്ന ഒരു കാര്യം, എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. എന്നിട്ട് പൗലോസ് പറയാണ്, എനിക്ക് സമ്പത്തുണ്ട്, പക്ഷെ സമ്പത്തെല്ലാം ഉള്ളപ്പോഴും, എല്ലാ അനുഗ്രഹങ്ങളും അധികാരം എനിക്കുള്ളപ്പോഴും അലംഭാവത്തോടിരിപ്പാൻ എനിക്കറിയാം. കാരണം എനിക്ക് അഡ്രസ്സ് തരുന്നത് ഈ പണമല്ല, എനിക്ക് അഡ്രസ്സ് തരുന്നത് എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ നാഷണാലിറ്റി അല്ല, എന്റെ പവറല്ല. നത്തിങ് ബട്ട് ഐ ആം ഇൻ ക്രൈസ്റ്റ്. ആ അറിവാണ് ഞാൻ ക്രിസ്തുവിലാകിയാൽ വിലയേറിയത്. ഞാൻ ക്രിസ്തുവിലാകൊണ്ട് ഞാൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുന്നത്. ആ ബോധ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി. ആമേൻ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോഴത്തെ സമയത്തിലേക്ക്, ഇപ്പോഴത്തെ കാര്യങ്ങൾ ഓക്കെ അല്ലേ? കർത്താവ് നാളത്തെ കാര്യങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ വിചാരപ്പെടുന്ന അടുത്ത സെക്കൻഡിൽ അതിനു വേണ്ടിയുള്ളത് കർത്താവ് കരുതിയിട്ടുണ്ട്. ആമേൻ. കർത്താവ് കരുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, പക്ഷെ കർത്താവിന് അറിയാം. ശിഷ്യന്മാർ ഒന്നടങ്കം നിലവിളിച്ച് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലേ? കർത്താവ് പറഞ്ഞു, വിചാരമില്ലെന്ന് ആര് പറഞ്ഞു? അക്കരെ പോകാന്ന് ഞാൻ പറഞ്ഞാണോ? ഞാൻ അക്കരെ എത്തി. 5 അപ്പവേ കയ്യിലുള്ളൂ, 2 മീനുവേ കയ്യിലുള്ളൂ, എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞു, എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. കാരണം കർത്താവിനറിയാം അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കാൻ പോകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഈ പ്രസന്റില് ഈ പ്രസന്റ് ടെൻസിലൊന്ന് ജീവിക്കാൻ പഠിക്കണം. നിങ്ങളുടെ ഇന്നലകളിലെ കുറവും തെറ്റും നമ്മൾ പലപ്പോഴും ഈ കർത്താവിന് വേണ്ട പോലെ മനസ്സിലാക്കില്ല. കർത്താവിന് നമ്മുടെ സ്വഭാവത്തിനൊത്തോളം കർത്താവിന്റെ സ്വഭാവം മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നല്ല പ്രിയപ്പെട്ടു, നമ്മൾ എത്ര തെറ്റിപ്പോയാലും കർത്താവ് കൂളായിട്ട് അവിടെ ഇരിക്കുക. കാരണം കർത്താവിനറിയാം അടുത്തത് നമ്മൾ ഏത് സ്റ്റെപ്പിലാകും, കർത്താവിലേക്ക് നമ്മൾ തിരിച്ചു വരുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് വടിയെടുത്ത് അടിച്ചോടിച്ചിട്ട് അവൻ ശിക്ഷിച്ച് സ്വീകരിക്കുന്ന കർത്താവല്ലേ. നമ്മുടെ കുറവുകളോടുകൂടെ തന്നെ നമ്മളെ വീണ്ടും ആലിംഗനം ചെയ്ത് നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് നമ്മുടെ പിതാവ്. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഏത് നിലവാരത്തിൽ കിടക്കുന്നവരായിക്കോട്ടെ, ഏത് അവസ്ഥയിൽ നിങ്ങൾ കിടക്കുന്നു, ഒന്നുകൊണ്ടും പേടിക്കണം. ഇന്നലകളിൽ അത്ഭുതം ചെയ്തവൻ ഇന്നെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ നിങ്ങളുടെ നാളെയെ കുറിച്ച് കർത്താവിന് നല്ല കൺസേൺ ആണ്. കർത്താവ് ഇതിനെ കുറിച്ച് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ആണ് കർത്താവ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും നശിച്ചു പോകും, ഒരു കാരണവശാലും നിങ്ങൾ തകർന്നു പോവുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യങ്ങളും നിങ്ങളെ മാനസികമായിട്ട് തളർത്താൻ അനുവദിക്കരുത്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഇന്നലകളിൽ നിങ്ങളെ മുറിപ്പെടുത്തിയവർ, ഇന്നലകളിലെ സംഭവങ്ങളൊന്നും മറന്നേ. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം ഒന്ന് എടുത്തു കളഞ്ഞു. ഇന്ന് വരെ എന്റെ കർത്താവ് നടത്തി, ഇനി നടത്താൻ ശക്തനാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട, നിങ്ങൾ ഇനി വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഉള്ളിലൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധി. ഇപ്പോൾ. ആമേൻ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ, നിങ്ങൾ ക്രിസ്തുവില്ല. ഇന്നലകളിൽ നിങ്ങൾ ചിലരെല്ലാം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു. യെസ്. ചിലരെല്ലാം നിങ്ങളെ നിയന്ത്രിച്ചു. യെസ്. ബട്ട് നൗ യു ആർ നോട്ട് ലൈക്ക് ദാറ്റ്. You are not in the hands of somebody, those who are trying to manipulate you or destroy you. But you are in the hands of the Lord. Not only that, the
Christ is in you, the hope of glory. You are in Christ, where you are very safe in the world. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിലാണ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന നിങ്ങളുടെ സ്ഥലം അതാണ്. സോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നാളെയെക്കുറിച്ച് ആകുലപ്പെടാതെ, ഭയപ്പെടാതെ, പ്രസന്റ് ടൈം, ഇപ്പോഴത്തെ സമയത്തെ നിങ്ങൾ സ്തോത്രം ചെയ്തേ. എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും സാധ്യമാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ നാളെ എനിക്ക് നടക്കുന്ന അത്ഭുതത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരു അത്ഭുതമായിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനത് വീണ്ടും നിങ്ങളോട് പറയാം. നാളെ എനിക്ക് സംഭവിക്കാൻ പോകുന്ന അത്ഭുതമല്ല എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഒരു അത്ഭുതമാണ്. കാരണം ഇന്നലകളിലെ ചരിത്രം നോക്കിയാൽ ഞാൻ ഇന്നിപ്പോൾ ഇരിക്കുന്നവർ ഇരിക്കേണ്ടതല്ല. ഇന്നലകളിൽ എന്റെ ജീവിതത്തിനകത്ത് വന്ന പ്രതികൂലത്തിന് നടുവിൽ ഇന്നെന്നെ ഒരു അത്ഭുതമാക്കി നിർത്തിയെങ്കിൽ ആമേൻ, നാളെ ഞാൻ കാണാൻ പോകുന്നത് ലോകത്തെ വിസ്മയിക്കുന്നത് പോലെ, ലോകർ വിസ്മയിക്കുന്നത് പോലെ ദൈവം എന്നെ മാനിക്കും. യെസ്, ബിലീവ് ഇൻ ഗോഡ്, ട്രസ്റ്റ് ഇൻ ഗോഡ്, forget your past, forget your wounds. നിങ്ങളുടെ കഴിഞ്ഞ മുറിവുകളെയും ഭാരത്തെയും പ്രയാസത്തെയും എല്ലാം മറക്കുക. നിങ്ങളുടെ പരാജയങ്ങളെ മറക്കുക. ജയത്തിൽ ജീവിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ കർത്താവെ, പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലായിട്ട് ജീവിതം തകർന്നു പോയവരും കർത്താവെ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാനായിട്ട് അവരുടെ ഇന്നലകളത്തെ ഭാരങ്ങളെ മറക്കട്ടെ. ഇന്നലകളിലുള്ള വേദനകളെ, വിഷമത്തെ മറന്നിട്ട് ക്രിസ്തുവിൽ ഓരോ നിമിഷവും ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ സ്വർഗമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ സമൃദ്ധിയും ദൈവത്തിലുള്ള കൃപയും ദൈവത്തിലുള്ള ആനന്ദവും അവർ അനുഭവിക്കട്ടെ. കർത്താവ് അവരെ ഒരു അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ആരെങ്കിലും രോഗികളായിട്ട് എന്നെ കാണുന്നെങ്കിൽ, കുറ്റബോധത്തിന് അടിമപ്പെട്ടവരെന്നെ കാണുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തില് ആ രോഗത്തിന് കാരണം തന്നെ ആ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. രോഗ അവസ്ഥ മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ. രോഗിയാണെന്നുള്ള ചിന്ത മാറിപ്പോകട്ടെ. ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ അവരെ വിട്ടു മാറിപ്പോകട്ടെ. അവരിപ്പോഴും കർത്താവ് ചില വിഷയങ്ങളെ കുറിച്ച്, നാളെ കുറിച്ച് അർത്ഥം വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ചില ഭയം കയറിയിരിക്കും. നിങ്ങളിപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തിന്റെ ആത്മാവ് വിട്ടുമാറട്ടെ. ധൈര്യം, ക്രിസ്തു എന്റെ കൂടുണ്ട്, ഐ ആം ഇൻ ക്രൈസ്റ്റ് എന്ന ബോധ്യത്തിൽ അവർ വാഴട്ടെ. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കൃപയെ സൂക്ഷിക്കണം. എല്ലാം മഹത്വം അടക്കപ്പെട്ടു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകങ്ങളെല്ലാം സ്നാനം ക്രിസ്തുവിൽ, പുനഃസ്ഥാപനം ക്രിസ്തുവിൽ, റിസ്റ്റോറേഷൻ ഇൻ ക്രൈസ്റ്റ്, ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാണ്. നിങ്ങൾ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കും. ആമേൻ. നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.